നമസ്കാരം, സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം. ആഭ്യന്തര വിപണി തുടർച്ചയായിട്ടുള്ള 5ാം സെഷനിലും വലിയ വിൽപ്പനാ സമ്മർദ്ദമാണ് നേരിട്ടത്. വിദേശ നിക്ഷേപകരുടെ വിറ്റൊഴിക്കലും US താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകളുമാണ് വിപണിക്ക് തിരിച്ചടിയാകുന്നത്. ഇന്ന് വ്യാപാരത്തിൽ സെൻസെക്സ് 600-ലധികം പോയിന്റ് ഇടിഞ്ഞ് 83,514 എന്ന നിലവാരത്തിലും നിഫ്റ്റി 200-ലധികം പോയിന്റ് ഇടിഞ്ഞ് 25,666 എന്ന നിലവാരത്തിലും എത്തിയിരുന്നു. സൂചികയിലുടനീളം ശക്തമായ വിൽപ്പനാ സമ്മർദ്ദമാണ് കാണാൻ കഴിയുന്നത്. ആദ്യ മണിക്കൂറുകളിൽ ICICI ബാങ്ക്, അദാനി എന്റർപ്രൈസ്, അദാനി പോർട്സ് എന്നീ ഓഹരികൾ നിഫ്റ്റി 50-ൽ ഏറ്റവും അധികം ഇടിവ് നേരിട്ടു. ONGC, എറ്റേണൽ ഓഹരികൾ നേട്ടം നിലനിർത്തിയിരുന്നു. 1349 ഓഹരികൾ നേട്ടത്തിൽ വ്യാപാരം ചെയ്തപ്പോൾ 1959 ഓഹരികൾ ചുവപ്പിലായിരുന്നു. 175 ഓഹരികൾക്ക് മാറ്റമില്ലാതെ നിലനിൽക്കാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് വിപണിയിൽ വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്നതെന്ന് നോക്കാം. വിദേശ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും തുടർന്ന തുടർച്ചയായ വിൽപ്പന തന്നെയാണ് ഇതിലൊരു പ്രധാന കാരണം. വ്യാഴാഴ്ച മാത്രം 3,367 കോടി രൂപയുടെ ഓഹരികളാണ് നിക്ഷേപകർ വിറ്റത്. തുടർച്ചയായ 4ാം സെഷനിലാണ് FII വിൽപ്പന തുടരുന്നത്. താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ് അടുത്തത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകളുടെ നിയമസാധുത സംബന്ധിച്ച US സുപ്രീം കോടതി വിധിക്കായി നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. താരിഫുകൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ US ഗവൺമെന്റ് ഇറക്കുമതിക്കാർക്ക് ഏകദേശം $150 ബില്യൺ തിരികെ നൽകേണ്ടി വന്നേക്കാം. പ്രസിഡന്റ് ട്രംപ് അംഗീകരിച്ച റഷ്യ സാങ്ഷനിങ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യക്ക് ഏകദേശം 500% താരിഫ് ഏർപ്പെടുത്താനുള്ള സാധ്യതയെ തുടർന്ന് ഇന്നലെയും കനത്ത ഇടിവ് നമ്മൾ വിപണിയിൽ കണ്ടിരുന്നു. എന്നാൽ വിധി ട്രംപിനെതിരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ജിയോജിത്തിന്റെ ചീഫ് VK വിജയകുമാർ പറയുന്നു. എന്നാലും താരിഫുകൾ ഭാഗികമായി കുറയ്ക്കണോ അതോ താരിഫുകൾ പൂർണ്ണമായും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണോ എന്നത് സംബന്ധിച്ച തീരുമാനം നിർണായകമാണ്. വരും സെഷനുകൾ വിപണിയുടെ പ്രതികരണം ഈ വിശദാംശങ്ങളെ ആശ്രയിച്ചിരിക്കും. ട്രംപ് താരിഫുകൾ നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചാൽ അത് വിപണിയിൽ ഒരു റാലി ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചേക്കാം. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന പക്ഷം താരിഫ് ഉയർത്തുമെന്ന് USന്റെ ഭീഷണി മൂലം കഴിഞ്ഞ 4 സെഷനുകൾ കൊണ്ട് സെൻസെക്സ് 1.8%, നിഫ്റ്റി 1.7% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഈ അസ്ഥിരത തന്നെയാണ് വിദേശ നിക്ഷേപകരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ഇതിനു പുറമെ ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പും വിപണിയിൽ ബാധിക്കുന്നുണ്ട്. ഇന്ന് ക്രൂഡ് ഓയിൽ ബാരലിന് $62 വർദ്ധിച്ചിരുന്നു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ സമ്മർദ്ദം നേരിടുന്നതും ഒരു കാരണമാണ്. ഇന്ന് ഇന്ത്യൻ രൂപ 7 പൈസ ഇടിഞ്ഞ് 89.97 രൂപയായി. നിഫ്റ്റി 50 സൂചിക അതിന്റെ ക്രൂഷ്യൽ സപ്പോർട്ടായ 50-ഡേ EMI ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിരിക്കുന്നു. നിലവിൽ ഡെയിലി ചാർട്ടിൽ സ്വിംഗ് ലോ ആയ 25,878 എന്ന നിലയും ബ്രേക്ക് ചെയ്ത് താഴെ പോയിരിക്കുന്നു. അതിനാൽ വരും സെഷനുകളിൽ 25,600 ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട്. മുകളിൽ 26,000, 26,500 എന്ന നിലവാരത്തിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതെന്ന് HDFC സെക്യൂരിറ്റീസിന്റെ റിസർച്ച് ഹെഡ് ദേവർഷ് വക്കീൽ അഭിപ്രായപ്പെട്ടു. ഇതിനിടയിലും വിപണിയിൽ നിന്ന് ശ്രദ്ധാകേന്ദ്രമായത് ഭാരത് കോക്കിംഗ് കോളിന്റെ IPO ആയിരുന്നു. ആദ്യ ദിനത്തിൽ അരമണിക്കൂറിൽ തന്നെ IPO പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു. ആദ്യ ദിനത്തിൽ തന്നെ 3 മടങ്ങ് സബ്സ്ക്രിപ്ഷനാണ് ഓഹരിക്ക് ലഭിച്ചത്. 34.69 കോടി ഓഹരികൾ ഇഷ്യൂ ചെയ്തതിൽ 42.61 കോടി ഓഹരികൾക്കാണ് ബിഡ് ലഭിച്ചത്. അൺഒഫീഷ്യൽ മാർക്കറ്റിൽ മികച്ച ഗ്രേ മാർക്ക് പ്രീമിയത്തോടു കൂടി ശക്തമായ ലിസ്റ്റിംഗിന്റെ സൂചനകളാണ് IPO നൽകുന്നത്. IPO വിലയിൽ നിന്നും 41% പ്രീമിയമാണ് ഓഹരി ഇന്ന് ആദ്യ മണിക്കൂറുകൾ വ്യാപാരം ചെയ്തിരുന്നത്. IPO ആരംഭിച്ച 10:30 ആയപ്പോഴേക്കും IPO പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരുന്നു. ഏറ്റവും പുതിയ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കുമ്പോൾ ഓഹരി $32 നിലവാരത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. എങ്കിലും ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്നത് നിക്ഷേപകർക്ക് ഏകദേശ ധാരണ നൽകാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇതനുസരിച്ച് തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്ന് അനലിസ്റ്റുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശക്തമായ ബാലൻസ് ഷീറ്റും സ്ഥിരമായ ക്യാഷ് ഫ്ലോയും IPOയുള്ള നിക്ഷേപക താൽപര്യം ഉയർത്തുന്നുണ്ട്. കൂടാതെ PSU ഓഹരി എന്ന നിലയും കൂടുതൽ സുരക്ഷിതമാണെന്ന് നിക്ഷേപകർ കരുതുന്നു. കോൾ ഇന്ത്യയുടെ ഉപസ്ഥാപനമായ കമ്പനി കോക്കിംഗ് കോളിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര കൽക്കരി ഉൽപ്പാദനത്തിന്റെ 58% വിപണി വിഹിതം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. ഏകദേശം 7.91 ബില്യൺ ടണ്ണിന്റെ കോക്കിംഗ് കോൾ റിസർവ് നിലവിൽ കമ്പനിക്കുണ്ട്. ജാർഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലുമായി 34 ഖനന കേന്ദ്രങ്ങളിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് IPO ആരംഭിച്ച കമ്പനി 1071 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയാണ് വിപണിയിലെത്തിയത്. പൂർണ്ണമായും ഓഫർ ഫോർ സെയിൽ വഴി തുക സമാഹരിക്കാനെത്തുന്ന കമ്പനി ഓഹരി ഒന്നിന് 21 മുതൽ 23 രൂപ നിരക്കിലാണ് വില നിശ്ചയിച്ചത്. മുഖവില 10 രൂപയാണ്. ലോട്ട് സൈസ് 600 ഓഹരികളാണ്. സാമ്പത്തിക പ്രകടനം വിലയിരുത്തിയാൽ 13,803 മില്യൺ രൂപയുടെ വരുമാനം റിപ്പോർട്ട് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് ലാഭം 1,564 മില്യൺ രൂപയാണ്. കടരഹിത കമ്പനിയാണ് ഭാരത് കോക്കിംഗ് കോൾ.
ആനന്ദ് റാത്തയിലെ അനലിസ്റ്റുകൾ ഓഹരിയുടെ IPOക്ക് സബ്സ്ക്രൈബ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ലിസ്റ്റിംഗ് നേട്ടത്തിന് വേണ്ടി മാത്രം IPOയിൽ പങ്കെടുക്കാമെന്ന വിലയിരുത്തലാണ് അനലിസ്റ്റുകൾ നടത്തുന്നത്. ഹ്രസ്വകാല നിക്ഷേപകർക്ക് താൽക്കാലിക നേട്ടത്തിനായി ഓഹരിയിൽ പൊസിഷൻ എടുക്കാമെന്നും ദീർഘകാല നിക്ഷേപകർ കമ്പനിയുടെ പ്രവർത്തനക്ഷമത ഉൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങൾ പരിഗണിച്ചതിനു ശേഷം മാത്രം ഓഹരിയിൽ നിക്ഷേപം നടത്താനും നിർദ്ദേശിക്കുന്നു. നിലവിൽ ഓഹരിയുടെ PE 8.64 ടൈംസ് ആണ്. എങ്കിലും വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ആൾറെഡി പ്രൈസ്ഡ് ഇൻ ആയി തുടരുന്നുണ്ടെന്നും അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നു. SBI സെക്യൂരിറ്റീസും ഓഹരിക്ക് സബ്സ്ക്രൈബ് എന്ന റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. BHEL ഓഹരികളും ഇന്ന് ശ്രദ്ധാകേന്ദ്രമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 10% ഇടിഞ്ഞ് ലോവർ സർക്യൂട്ടിലെത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഓഹരിയിൽ 5% മുന്നേറ്റം പ്രകടമായി. സർക്കാർ കരാറുകൾക്കായി ലേലം വിളിക്കുന്ന ചൈനീസ് കമ്പനികൾക്കുള്ള നിയന്ത്രണങ്ങൾ ഇന്ത്യ പിൻവലിക്കാൻ പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം ഓഹരി വിൽപ്പനയ്ക്ക് കാരണമായത്. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷങ്ങളെ തുടർന്ന് 2020 ആത്മനിർഭർ ഭാരത് പാക്കേജും തുടർന്ന് പൊതു സാമ്പത്തിക നിയമങ്ങളിൽ വരുത്തിയ ഭേദഗതികളും അനുസരിച്ചാണ് ഈ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നത്. നടപടികളുടെ ഭാഗമായി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ നിർബന്ധമായും രാഷ്ട്രീയ സുരക്ഷാ അനുമതികൾ നേടേണ്ടതുണ്ട്. ഇത് വൈദ്യുതി, ഊർജ്ജം ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് മേഖലകളിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഫലപ്രദമായി നിയന്ത്രിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ അയവ് കൊണ്ടുവന്നാൽ BHEL പോലുള്ള പൊതുമേഖലാ കമ്പനികൾക്ക് ഇൻഡസ്ട്രിയൽ മത്സരം വർദ്ധിക്കുകയും പ്രൈസിംഗ്, മാർജിൻ എന്നിവയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഇടിവിന് ശേഷം നേരിയ റിക്കവറി പ്രകടമായിരുന്നു. എന്നാൽ അത്തരമൊരു ഇളവ് പുറത്തു വന്നാൽ കമ്പനിക്ക് ഗുണകരമാകുമെന്ന അഭിപ്രായമാണ് JM ഫിനാൻഷ്യൽ പങ്കുവെക്കുന്നത്. കാരണം ഇന്ത്യൻ ഹെവി ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ഇൻഡസ്ട്രിയിൽ ഈ നിയന്ത്രണം കൊണ്ടുവന്നത് മൂലം യൂറോപ്പ് പോലുള്ള മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കിയത്. ഇത് ഗ്ലോബൽ സപ്ലൈയിൽ ഒരു പരിമിതി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ കുറഞ്ഞ ചിലവിൽ ഇറക്കുമതി ചെയ്യുന്നതിന് സാധിക്കുമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. മാത്രമല്ല, നിലവിൽ കമ്പനിക്ക് 97 ഗിഗാവാട്ടിന്റെ തെർമൽ പവർ പദ്ധതിക്കുള്ള പ്രൊപ്പോസൽ ഉള്ളതിനാൽ വലിയ ആഘാതം കമ്പനിക്ക് ഉണ്ടാകില്ല എന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. ഇതേ തുടർന്ന് ബ്രോക്കറേജ് ഓഹരിക്ക് ബൈ എന്ന ശുപാർശ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 3 രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത്. Yeah.